ഹലോ. അപ്പം നമ്മൾ രാവിലെ എണീറ്റ് ഇന്നത്തെ ദിവസം നമ്മൾ വ്യാഴാഴ്ചത്തെ ദിവസം തന്നെയാണ്. അപ്പോൾ രാവിലെ എണീറ്റിട്ട് മോൾക്ക് സ്കൂളുണ്ട്. അപ്പോൾ അവൾക്കുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി അവളെ ഒരുക്കിയിട്ട് അവളെയും കൊണ്ട് ഞങ്ങളും ഒരുങ്ങി. എന്നിട്ട് അവളെ ബസ് കയറ്റി വിടാനായിട്ട് താഴെ പോയി. ബസ് കയറ്റി അവളെ വിട്ടിട്ട് വേണം ഞങ്ങൾക്ക് റേഷൻ കടയിൽ പോകണം. അപ്പോൾ രാവിലെ അവളെ വിട്ട് കഴിഞ്ഞിട്ട് നേരെ പോയാൽ തിരക്കില്ല, നമുക്ക് പെട്ടെന്ന് റേഷൻ കടയിൽ നിന്ന് സാധനങ്ങൾ മേടിച്ചിട്ട് വരാം. അങ്ങനെ താണ്ട മോളുടെ ബസ് കാത്തു നിൽക്കുമായിരുന്നു. ഇന്നെന്തായാലും ബസ് നേരത്തെ മറ്റേത് 8:30 ആവുമായിരുന്നു. ഇന്നെന്തായാലും ഒരു 8:20 ആയപ്പോഴത്തേക്ക് ബസ് വന്ന്. അങ്ങനെ അവളെ കയറ്റി വിട്ടാൽ പിന്നെ വീട്ടിലോട്ട് തിരിച്ച് കയറണ്ട, ആ വഴി തന്നെ നമുക്ക് പോയി. നമ്മളെ വീട്ടിൻ്റെ അടുത്താണല്ലോ റേഷൻ കട, അപ്പോൾ ഇവിടുന്ന് ബസ്സിൽ പോകേണ്ട ദൂരമുണ്ട്. അങ്ങനെ ബസ്സൊക്കെ വന്ന് മോളെ കയറ്റിയൊക്കെ വിട്ടതിന് ശേഷം അവിടുന്ന് ബസ്സിൽ ഞങ്ങൾ നേരെ നമ്മളെ പഴയ സ്റ്റാൻഡിലോട്ട് വന്ന്. എന്നിട്ട് ഞങ്ങൾ പഴയ സ്റ്റാൻഡിൽ നിന്ന് നമ്മളെ റേഷൻ കട വരെ നടന്നാണ് വന്നത്. അപ്പം കാരണം വെയിലും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പയ്യെ ഞങ്ങൾ നടന്ന്. പിന്നെ നമ്മുടെ സ്കൂൾ ഇത് TTC ഇപ്പോൾ ഓപ്പൺ സ്കൂളും ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ പഠിച്ച സ്കൂള് നമ്മളിതിനു മുമ്പും വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ സ്കൂളും കാര്യങ്ങളും പുറത്ത് നിന്നിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റേഷൻ കടയിൽ വന്ന് അപ്പം വാപ്പ ഇല്ലായിരുന്നു, വാപ്പ കടയിലോട്ടം കണ്ടു പോയിരുന്നു. അപ്പോൾ കുറച്ച് നേരം കാത്തിരിക്കേണ്ടി വന്ന്. അങ്ങനെ നിന്നപ്പോഴാണ് നമ്മളെ പ്രാവ് ഇങ്ങനെ വന്നത്. നമ്മളെ സ്കൂളിലേ ആയിരിക്കും ഇത്, കാരണം സ്കൂളിൽ ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ സ്കൂളിൽ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ ഉച്ചയാകുമ്പോഴിങ്ങനെ എല്ലാവരും കൂടെ ഗ്യാങ്ങായിട്ട് വരുന്നത്. ഇതിപ്പോൾ 2 പേരേ ഉള്ളൂ, ഇഷ്ടം പോലെ ഉണ്ട് ഈ ഒരു കളറ് പ്രാവ്. അപ്പോൾ അവർ രാവിലെ വന്ന് ഉള്ളതൊക്കെ കുത്തിപ്പറക്കി അവരുടെ വയറും കാര്യങ്ങളൊക്കെ നിറയ്ക്കുന്നുണ്ട്. അപ്പോൾ അരിയൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ വെള്ളയരിയും പച്ചരിയും കൂടെ ചേച്ചി ബാഗിൽ വെച്ച്, ചുമന്നരി ഞാൻ കയ്യിൽ പിടിച്ച് എന്നിട്ട് നടക്കുമായിരുന്നു. ചുമന്നരി എൻ്റെ കയ്യിലുണ്ട്, ബാഗിനകത്ത് തൂക്കിയിട്ട് ബാക്കി റേഷൻ സാധനങ്ങളും എല്ലാം ആയിട്ട് ചേച്ചിയും നടക്കുന്നുണ്ട്. ഇനി നമുക്ക് ബസ് സ്റ്റാൻഡ് വരെ നടക്കണം. അങ്ങനെ ഞങ്ങൾ നടന്ന് ബസ്സൊക്കെ പിടിച്ച് വീട്ടിൽ വന്നതിന് ശേഷം നമ്മൾ ചന്തയിൽ നോക്കി. അപ്പം മീനായിട്ടില്ലായിരുന്നു. ഒരു 9:30-9:45 ആവും ചന്തയിൽ നിന്ന് കൂടെ. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് കുറച്ചേരം ഇരുന്നിട്ട് ഒരു 9:45 വീണ്ടും തിരിച്ച് ഇറങ്ങി. എന്നിട്ട് നമ്മൾ ഈ മീനൊക്കെ മേടിച്ച് ഒരു ചൂര ഉണ്ടായിരുന്നു, ചാള ഉണ്ടായിരുന്നു. അപ്പോൾ ചൂര മേടിച്ച് 100 രൂപ ഉള്ളായിരുന്നു. പിന്നെ 2 തേങ്ങ മേടിച്ച്, പാലില്ലായിരുന്നു, പാല് വാങ്ങി. പിന്നെ നമുക്ക് അരി വേണമായിരുന്നു, അരി വാങ്ങി. പിന്നെ ഉഴുന്നും വേണമായിരുന്നു, ഉഴുന്നും വാങ്ങി. ഇനി ഇതെല്ലാം ഒന്ന് അതായത് സ്ഥലങ്ങളിൽ എടുത്ത് വെക്കണം. മഴക്കോള് കയറി വരുന്നുണ്ട്. മഴ പെയ്തിട്ടില്ല, പക്ഷേ ഇങ്ങനെ കാർമേഘം മൂടിയിരിക്കുക. പക്ഷേ ഇന്നലേക്ക് ഈ സമയത്ത് നല്ല മഴയായിരുന്നു. പിന്നെ ഞാൻ നമ്മളെ റേഷൻ കടയിൽ പോയിട്ട് വീട്ടിൽ വന്നിരുന്ന സമയം കൊണ്ട് ഞാൻ വിഴുക്കുരട്ടിക്കൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചായിരുന്നു. അപ്പോൾ വരുമ്പോൾ പിന്നെ മീൻ കണ്ടിച്ചാൽ മതിയല്ലോ. പിന്നെ ഞാൻ അടുക്കളയിലെ കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല, കാരണം നമ്മൾ മീൻകറിയൊക്കെ വെക്കുന്ന റെസിപ്പിയും കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണിച്ച് നിങ്ങളെ മുഷിപ്പിക്കേണ്ടതെന്ന് കരുതി. കുഞ്ഞൊരു വീഡിയോ ആണല്ലോ, ഒരു 4-4.5 മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ അടുക്കള കാര്യങ്ങളെല്ലാം വൃത്തിയാക്കി എല്ലാം ചെയ്തു വെച്ചിട്ട് പിന്നെ പെരയ്ക്കാൻ മൊത്തം തൂത്ത് വാരി. കാരണം ഇനിയിപ്പോൾ തൂത്തിട്ടാലും അത് പൊടിയൊന്നും ആകത്തില്ല. മോളുണ്ടെങ്കിലും അങ്ങനെ മോള് പൊടിയൊന്നും ആക്കത്തില്ല. പിന്നെ നമ്മൾ പൂക്കളൊക്കെ അത്യാവശ്യം വിരിഞ്ഞൊക്കെ നിൽപ്പുണ്ട്. പിന്നെ മുളക് പൊടിയൊക്കെ തീർന്ന പാത്രമൊക്കെ കഴുകിയൊക്കെ വെച്ച് അവിടെ നിന്ന് ഉണങ്ങട്ടെന്നും കരുതിയിട്ട് അതൊക്കെ കഴുകി വെച്ച് 2 മുറിയും ഹാളും ബാൽക്കണിയും എല്ലാം തൂത്ത്, അടുക്കള ഉൾപ്പെടെ എല്ലാം തൂത്ത്. പിന്നെ നമ്മൾ രാത്രിയാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയറും കാര്യങ്ങളൊക്കെ മാറ്റിയും തിരിച്ചൊക്കെ ഇടുമല്ലോ. പിന്നെ അതെല്ലാം അതാത് സ്ഥലങ്ങളിലിട്ട് നീറ്റാക്കി വെച്ച്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുക്കളയിൽ ഞാൻ വൃത്തിയാക്കിയിട്ടിട്ട് അങ്ങോട്ട് ഇറങ്ങിയത്. കറി വെച്ച് തിളയ്ക്കണമായിരുന്നു. അതുമെല്ലാം ശരിയായപ്പോൾ പിന്നെ ഗ്യാസും കാര്യങ്ങളും എല്ലാം വൃത്തിയാക്കി അടുക്കളയെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇനി ഇത് നാളെ രാവിലെ വരെ ഇങ്ങനെ അങ്ങ് കിടന്നോളും. പിന്നെ നമുക്ക് ഉച്ചക്കത്തേക്കുള്ളത് പയർ വിഴുക്കുവരട്ടി. ഞാൻ എപ്പോഴും തോരനല്ലേ, അപ്പോൾ വിചാരിച്ച് വിഴുക്കുവരട്ടാണ്. ഇത് കരിഞ്ഞല്ല, ഞാൻ ഇച്ചിരി കരിച്ചെടുക്കും, അപ്പോഴാണ് അതിന് ഇച്ചിരി കൂടെ ടേസ്റ്റ് തോന്നുന്നത്. അതുകൊണ്ട് ഇച്ചിരി ഒന്ന് മൊരിയിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചോറ് മോൾക്കിന്ന് ഫ്രൈഡ് റൈസ് പോലെ ഉണ്ടാക്കി കൊടുത്തു വിട്ടത്. അതുകൊണ്ട് ഞാൻ മോള് പോയി കഴിഞ്ഞാൽ ചോറ് വെച്ചത്. പിന്നെ നമ്മുടെ ചൂര നല്ല വടക്കം പുളിയൊക്കെ ഇട്ട് തേങ്ങയല്ല മുളകൊക്കെ വറുത്തിട്ട് വെച്ചതാണ്. ഇതിനെയും കട്ടി ടേസ്റ്റിന് നാളെ കഴിക്കുമ്പോൾ. പിന്നെ നല്ല ചൂട് കഞ്ഞിവെള്ളവും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ ആ കഞ്ഞിവെള്ളവും പോവും. ചെറിയ തലകറക്കമൊക്കെ പോലെ ഉണ്ട്, അപ്പം BP കുറയുമ്പോൾ ഇങ്ങനെ വരാറുണ്ട്. അപ്പം കഞ്ഞിവെള്ളം ഞാൻ മറക്കാതെ എടുത്ത് വെച്ച്. അപ്പോൾ കഞ്ഞിവെള്ളമൊക്കെ കുടിക്കുമ്പോൾ അതങ്ങ് സെറ്റാവും. അപ്പം ഇന്നത്തെ അല്ലറ ചില്ലറ ഓട്ടും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.